പ്രിയപ്പെട്ടവരെ, ശുഭാരംഭം, നല്ലൊരു ആരംഭം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. നല്ലൊരു ആരംഭം. നമ്മൾ എന്ത് പരിപാടി തുടങ്ങി കഴിഞ്ഞാലും ഏറ്റവും ആദ്യം ആലോചിക്കുന്നത് നന്നായൊരു ആരംഭം ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ വളരെയധികം പ്രയത്നിക്കുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ആരംഭം അത് ഏറ്റവും ആദ്യം ആവശ്യമായത് നമ്മുടെ പ്രവൃത്തികളേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിലാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന ദാനമാണ്. കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്, ഓരോ നിമിഷവും എൻ്റെ സ്നേഹം പുതിയതാണെന്ന്. അങ്ങനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ്റെ മക്കളാണ് നമ്മളെ ഓരോരുത്തരും. ആ ചിന്ത നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർത്തു പോവുകയാണ്, ചെറുപ്പകാലങ്ങളിൽ എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ അവർ പിടിച്ചിരുത്തി കുരിശ് വരപ്പിച്ചതൊക്കെ, കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ കുരിശൊക്കെ വരച്ച് തമ്പാച്ചനോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ എഴുന്നേൽപ്പിച്ചു വിട്ടിരുന്ന ഒരു രംഗം. ഇന്ന് പക്ഷേ എന്താണ് നമ്മൾ ചെയ്യാറ്? ഉണർന്നു വരുന്നത് എങ്ങനെയാണ്? നമുക്കൊന്ന് ഓർത്ത് നോക്കാം. പലപ്പോഴും ഫോണിലേക്കല്ലേ നമ്മൾ കുരിശിന് പകരം നോക്കുന്നത്. ഫോണിലെന്തായി? ആരൊക്കെ വിളിച്ചു? എന്തൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തികൾ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇന്നിനി ഞാൻ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ പല വിധത്തിലുള്ള ടെൻഷനുകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പലതരത്തിലുള്ള ഡിപ്രഷനിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഡിപ്രഷൻ്റെയും അതുപോലെ ഈ ടെൻഷൻ്റെയൊക്കെ പ്രധാനമായ കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത, ആ ചിന്ത മാത്രം മതി നമ്മുടെ ഉള്ളിൽ ഈ ടെൻഷനൊക്കെ മാറിക്കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, ഈ പഴയ കാലത്ത് അവരൊക്കെ നമ്മളെ കുരിശൊക്കെ വരപ്പിച്ച് നമ്മളെ വീണ്ടും ഈശോയിലേക്ക് അടുപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത അത് മാത്രമാണ്. എവിടെയായാലും ആരൊക്കെ നമ്മൾ നകന്നു പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്, ആരൊക്കെ അകന്നാലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ചിന്ത. ആ ചിന്ത മാത്രമാണ് എപ്പോഴും നല്ലൊരു ജീവിതത്തിലേക്ക്, നല്ലൊരു ആരംഭത്തിലേക്ക്, നല്ലൊരു ദിവസത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു പോകുമ്പോൾ അതിൽ ഒരുവൻ തിരിച്ചു വരുന്നതിൽ സന്തോഷിക്കുന്നൊരു ദൈവം. നമ്മുടെ അവകാശമല്ല ഒന്നും, എല്ലാം നമുക്ക് ദാനമായി തന്നതാണ്. നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും നമ്മൾ എന്തൊക്കെയാണോ സ്വന്തമെന്ന് പറയുന്നത് അതെല്ലാം ദൈവം നമ്മൾക്ക് ദൈവം തന്ന കൃപകളാണ്, അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടി നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കുറച്ചുകൂടി ദൈവത്തോട് സ്നേഹമുള്ളവരായി ജീവിക്കാൻ, കുറച്ചുകൂടി ദൈവത്തെ സ്നേഹിക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കൂടുതലായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കാം. പ്രത്യേകമായിട്ട് തിരുഹൃദയത്തിൽ ഈ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈശോയുടെ ആ തിരുഹൃദയ ഭക്തി വളർന്നു വരട്ടെ. തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ നമ്മളുടെ ഹൃദയങ്ങളെയും നമുക്ക് അതിനുവേണ്ടി ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ഹൃദയം തന്നെ മുറിയുവാൻ ദൈവം തിരുമനസ്സാകുന്നുണ്ട്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മളോടുള്ള കരുതലിനെ പ്രതി. പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടി ആ നല്ല ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. നമ്മൾ എത്ര സ്നേഹിച്ചാലും ഒരിക്കലും ദൈവം നമുക്ക് തന്ന ആ സ്നേഹത്തിന് പ്രതി സ്നേഹമാവില്ല, പ്രതി നന്ദിയാവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഹൃദയത്തെ തരളിതമാക്കാൻ ശ്രമിക്കാം. ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.